കോഴിക്കോട് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു എന്നുള്ള ഒരു വിവരം വരുന്നുണ്ട്. 43-കാരനാണ് ചികിത്സയിലുള്ളത്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ നാളെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. നിപ്പ സ്ഥിരീകരിച്ച രോഗിയുടെ സമ്പർക്ക പട്ടിക വലുതെന്നും ജീവനക്കാരോട് ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശിച്ചുവെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നാളെ പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലെ ഫലം പുറത്തുവരുമെന്നും മന്ത്രി പറഞ്ഞു. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫൈനൽ വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നുള്ള റിസൾട്ടാണ് ഇനി വരാൻ ബാക്കിയുള്ളത്. എന്നാലും ലക്ഷണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് നിപ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ഒരു സമ്പർക്കം കുറച്ച് കൂടുതലുണ്ട്. അദ്ദേഹം OP സെക്ഷനിലാണ് ആദ്യം പോയത്. അതിനുശേഷം അദ്ദേഹത്തിന് MRI സ്കാനിങ് നടത്തിയിട്ടുണ്ട്, എക്കോ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിപുലമായിട്ടുള്ള സമ്പർക്കം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവനക്കാരോടൊക്കെ ക്വാറന്റൈനിൽ പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനീഷ് ദേവസ്യ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. അനീഷ്, സംസ്ഥാനത്ത് വീണ്ടും നിപ്പ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ആരോഗ്യമന്ത്രി പറയുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ രോഗിയുടെ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? അനുപ, കോഴിക്കോട് ജില്ലയിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഫറോക്ക് സ്വദേശിയായ 43 വയസ്സുകാരനെ ഈ രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് കോഴിക്കോട് മിംസ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ രോഗിയുടെ നില ഗുരുതരമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇദ്ദേഹത്തിന് നിപ്പയുടെ ഈ പ്രാരംഭ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകി വരുന്നത്. ഈ രോഗബാധ നിപ്പ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താനായി ഇദ്ദേഹത്തിന്റെ സ്രവ സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലാബിൽ അയച്ചിരുന്നു. അവർ നടത്തിയ ഒരു പ്രാഥമിക പരിശോധനയിലാണ് ഇപ്പൊ ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഇദ്ദേഹത്തിന്റെ ഈ സ്രവം ഈ പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ലാബിലേക്കും അയച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരു ഔദ്യോഗിക ഫലം വന്നതിന് ശേഷം മാത്രമാണ് ഈ രോഗബാധ നിലവിൽ സ്ഥിരീകരിക്കുകയുള്ളൂ. എന്നാൽ പൊതുജനങ്ങൾ യാതൊരു വിധത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എല്ലാവിധ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും അതുപോലെ ഈ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നാളെ കോഴിക്കോട് ഈ ഒരു യോഗം വിളിക്കാൻ കളക്ടറോട് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ ഈ രോഗിയുടെ അവസ്ഥ അല്പം ഗുരുതരാവസ്ഥയിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനൂപ്, എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ആരോഗ്യവകുപ്പും മന്ത്രിയുമൊക്കെ അറിയിക്കുന്നുണ്ട്. പൂനെയിൽ നിന്നുള്ള റിസൾട്ട് വരണം, എന്നിട്ട് മാത്രമേ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം എന്തായാലും ഉണ്ടാവുകയുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.